ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീഷായിലൂടെ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏലീഷ വെള്ളം കുടിക്കുവാൻ കൊള്ളില്ലാത്ത മലിനജലത്തെ ശുദ്ധീകരിച്ച് ആ ദേശം ഫലപുഷ്ടമാക്കുകയും ചെയ്തു. അവിടുന്ന് ഏലീശ ജെറിക്കോയിൽ നിന്ന് ബെഥാനിലേക്ക് പോവുകയാണ്. ആ സാഹചര്യത്തിൽ മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന യുവാക്കൾ ഏലീഷയെ കണ്ട് കളിയാക്കുന്നുണ്ട്. മൊട്ടത്തലയ ഓടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. ഏറെ താമസിയാതെ കാറ്റിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി വന്ന് 42 ബാലന്മാരെയും ചീന്തി കീറിക്കളഞ്ഞു. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടെ മേലെ ഒരു അധിക്ഷേപ വാക്ക് പോലും നമുക്ക് പറയാൻ അധികാരമില്ല. ഒരുപക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ചേക്കാം, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ. അതെ, എലീഷ കഷ്ണിയായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടികൾ, ആ ബാലന്മാർ പ്രകാരം പറഞ്ഞത്, കഷ്ണിത്തലയ ഓടിക്കോ എന്ന് പറഞ്ഞ്. ദൈവത്തിൻ്റെ പ്രവാചകനെ തിരിച്ചറിഞ്ഞ് അവനെതിരെ യാതൊരു അധിക്ഷേപ വാക്കുപോലും പറയാതെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി നമുക്കാവുന്ന സഹായങ്ങൾ പ്രവാചകർക്ക് അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഏലീഷ അവിടെ നിന്ന് യാത്രയാവുന്നുണ്ട്. അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് അവൻ സമറയിലേക്കും യാത്രയാവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ഏലീഷയും ഏലിയായും പോലെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും ജനത്തിന് നന്മ കൈവറ്റുവാൻ തക്കവിധം പ്രവർത്തിക്കാനുള്ള ശക്തി നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് രോഗത്താൽ ഓപ്പറേഷന് വിധേയരാക്കപ്പെടുന്ന വ്യക്തികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഹാർട്ട് രോഗികളെ ഞങ്ങൾ സുഖപ്പെടുത്തണമേ. പൂർണ്ണമായ സൗഖ്യമല്ലോ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകലർക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.